നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വലിയ ന്യായവാദവും സദാചാരമൊന്നും ഇയാൾ പ്രസംഗിക്കണ്ട. തന്റെ തനി നിറം ഞാൻ പുറത്തു കൊണ്ടുവരും. താൻ അണിഞ്ഞിരിക്കുന്ന ഈ മുഖം മൂടി ഞാൻ പിച്ച് ചീന്തും. ഈ ചെമ്പകമംഗലത്തുള്ള എല്ലാവരെയും ഞാൻ ഈ വിവരം അറിയിക്കും. ചോദിച്ചത് കേട്ടില്ലേ കുഞ്ഞെവിടെയെന്ന്? ഒരു പണി ചെയ്യാം. ഏൽക്കെങ്കിൽ ഏൽക്കട്ടെ, ഇല്ലെങ്കിൽ കൊല്ലട്ടെ. കുഞ്ഞ മൈഥിലിയുടെ മുറി കിടന്ന് ഉറങ്ങാൻ മുത്തശ്ശി. ആ വൃത്തികെട്ടവളുടെ മുറി കൊണ്ടുചെന്ന് നമ്മുടെ കുഞ്ഞിനെ കിടത്തിയത് എന്തിനാ മോളെ? അവള് പിശാജ്, ചോര കുടിക്കുന്ന പിശാജ്. എന്നാ ഞാൻ നിങ്ങളുടെ ചോര ആദ്യം കുടിക്കാം. നീ കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് നിന്റെ അടുത്ത് കിടത്ത്. ആ നെറുകെട്ടവളുടെ അടുത്ത് കുഞ്ഞിനെ കിടത്തരുത്. ആ ശരി മുത്തശ്ശി. ആശ്വാസം. കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ. ഇവളുറങ്ങത്തില്ലല്ലോ. വെളച്ചിലൊക്കെ ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞു. നന്നായിട്ട് ഉറങ്ങിയിട്ട് നിന്നെ കൊണ്ട് കിടത്താം. ഉറങ്ങും മോളെ. അമ്മയുടെ പൊന്നുറങ്ങിക്കേ ബാബു. ഈ താക്കോൽ ഇവളെവിടെയാ വെച്ചിരിക്കുന്നത്? എന്റെ മീനാക്ഷി, ഇന്ന് നിന്നെ ഞാനൊന്ന് പറ്റിക്കും. ഇത് കാർത്തിയ. ഇവൻ എന്റെ വലയിൽ വന്ന് വീണിരിക്കുക. ഇവനെയും മീനാക്ഷിയും തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ഇത്. ഇത് മുതലാക്കണം. പൊന്നുറങ്ങിക്കേ. ഇതെന്ത് പറയുമായോ? ഇവളെയല്ലേ ഞാൻ മുറിയിൽ കണ്ടത്? ഇവൾ ഇത്ര പെട്ടെന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് മുറ്റത്ത് വന്നു. തരല്ലേ. മോളെ മീനാക്ഷി, എന്താ മുത്തശ്ശി? നീ എപ്പോഴാ ഇവിടെ വന്നത്? ഞാൻ കുറച്ചു നേരമായിട്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇന്ന് എന്താന്നറിയില്ല, എത്ര ശ്രമിച്ചിട്ടും ഇവിടെ ഉറങ്ങുന്നേ ഇല്ല. ഇവിടെ കൊണ്ടുവന്ന് ഉറക്കാന്ന് കരുതി. ചോദിച്ചത് കേട്ടില്ലേ കുഞ്ഞെവിടെയെന്ന്? കുഞ്ഞ മൈഥിലിയുടെ മുറി കിടന്ന് ഉറങ്ങാൻ മുത്തശ്ശി. നീ കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് നിന്റെ അടുത്ത് കിടത്ത്. ആ നെറുകെട്ടവളുടെ അടുത്ത് കുഞ്ഞിനെ കിടത്തരുത്. ആ ശരി മുത്തശ്ശി. അപ്പോ തൊട്ടു മുമ്പ് ഞാൻ കാർത്തിയുടെ മുറിയിൽ കണ്ടത് നിന്നെയല്ലേ? മുത്തശ്ശി എന്തായി പറയുന്നേ? മുത്തശ്ശിക്ക് തോന്നിയതായിരിക്കും. അല്ല, കുഞ്ഞു മൈഥിലിയുടെ മുറിയിൽ ഉറങ്ങുകയാണെന്ന് നീയല്ലേ പറഞ്ഞത്? ഞാനിപ്പോ പറഞ്ഞു. എന്താ മുത്തശ്ശി ഇത്? നീ ഇങ്ങ് വന്നേ, വാ. മീനാക്ഷി,
നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്താ കാർത്തി ഇത്? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കാർത്തിയുടെ ഭാര്യയായിരുന്നില്ലേ? എന്നെ അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയല്ലേ കാർത്തി. എനിക്കും ആഗ്രഹങ്ങളില്ലേ? ഞാനും ഒരു പെണ്ണല്ലേ കാർത്തി. എന്നെ കല്ലും മരവും കൊണ്ടൊന്നും അല്ല കാർത്തി സൃഷ്ടിച്ചിരിക്കുന്നെ, മജ്ജയും മാംസവും കൊണ്ട്. എനിക്കും വികാര വിചാരങ്ങളെല്ലാം ഉണ്ട് കാർത്തി. ഈ മുറിയിൽ ഇറങ്ങി പോവാൻ ഇങ്ങനെ പാനിക് ആവല്ലേ. ഞാൻ കാർത്തിയുടെ ഭാര്യയായിരുന്നവളാ, കാർത്തിയുടെ കുഞ്ഞിനെ പ്രസവിച്ചവളാ. ഉള്ള സത്യം പറയാലോ, ഞാൻ ഇന്നേ വരെ കാർത്തിയെ വഞ്ചിച്ചിട്ടില്ല. നിന്നോട് പുറത്തു പോകാനാ ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് പുറത്താക്കും. ആ അത് ശരി, ഇപ്പൊ അങ്ങനായോ? വിളിച്ചുണർത്തിയിട്ട് അത്താഴമില്ലെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്നോട് കാണിച്ചെന്താ? എന്നെ എന്തിനാ വന്ന് കെട്ടിപ്പിടിച്ചത്? അത് സോറി, എനിക്ക് ഒരു അബദ്ധം പറ്റിയതാ. നീ രാത്രി ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി എന്റെ ഭാര്യയുടെ ഡ്രസ്സ് വിട്ട് നിന്നപ്പോ നീ മീനാക്ഷിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഐ എം സോറി. അങ്ങനൊന്നും അല്ല, എനിക്കറിയില്ലേ കാർത്തിയെ. കാർത്തി ഇത് മനഃപൂർവ്വം ചെയ്തതാ. അല്ല. അതെ. ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ഭർത്താവുള്ളപ്പോ ഞാൻ വൈശാഖിനെ സ്നേഹിച്ച പോലെയല്ലേ മീനാക്ഷി ഭാര്യയായി ഉള്ളപ്പോ നിങ്ങൾ എന്നെ കടന്നു പിടിച്ചത്. ഞാൻ മോശക്കാരിയാണെന്നും തെറ്റ് ചെയ്തവളാണെന്നും നിങ്ങൾ പറയുന്നു. അപ്പൊ ഇതോ? ഇതിനെന്ത് മറുപടിയാ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ നിന്നെ കടന്നു പിടിച്ചിട്ടില്ല. അതൊരു അബദ്ധം പറ്റിപ്പോയതാ. സത്യമാ ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒരു സത്യം എന്താണെന്ന് ഞാൻ തെളിയിക്കാം. മൈഥിലി, അയാളുടെ ഒരു ന്യായവാദം, വലിയ ന്യായവാദവും സദാചാരമൊന്നും ഇയാൾ പ്രസംഗിക്കണ്ട. തന്റെ തനി നിറം ഞാൻ പുറത്തു കൊണ്ടുവരും. താൻ അണിഞ്ഞിരിക്കുന്ന ഈ മുഖം മൂടി ഞാൻ പിച്ച് ചീന്തും. ഈ ചെമ്പകമംഗലത്തുള്ള എല്ലാവരെയും ഞാൻ ഈ വിവരം അറിയിക്കും. മൈഥിലി, എന്താ ഇത്? നിരപരാധിയായി എന്നെ? നിരപരാധിയോ? താനോ? താൻ ആരാണെന്ന സത്യം ഞാൻ പുറം ലോകത്തെ അറിയിച്ചാലേ തന്റെ യൂണിഫോം വരെ ഇല്ലാതാക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.